ഡയറക്ഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഒരു 100 കോടി ക്ലബ്ബിലെത്തിയതോടുകൂടി ദുൽഖർ സൽമാനും തെലുങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു 100 കോടി ക്ലബ്ബിലേക്ക് പ്രവേശിക്കാനായി ദുൽഖർ സൽമാനും ഒരു 100 കോടി കിട്ടി എന്നുള്ളതാണ്. അപ്പം ഈ ദുൽഖർ സൽമാൻ്റെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മമ്മൂക്കയ്ക്കും ലാലേട്ടനും ശേഷം മലയാള സിനിമ ഭരിക്കുന്നത് ആരൊക്കെയാണെന്നുള്ള ചോദ്യം പല പ്രാവശ്യം പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു സൈഡിൽ അതായത് മമ്മൂക്കയ്ക്കോ ലാലേട്ടനോ പകരക്കാരനായിട്ട് ഒരു ഭാഗത്ത് ദുൽഖർ സൽമാൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. മറു സൈഡിൽ അദ്ദേഹത്തിൻ്റെ അപ്പുറത്ത് വശത്ത് ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്കോ ലാലേട്ടനോ രണ്ടുപേരിൽ ഒരാൾക്ക് പകരം ദുൽഖർ സൽമാൻ ഇരുന്നാൽ ഇനി ഈ പറയുന്ന മമ്മൂക്കയ്ക്കോ ലാലേട്ടനോ പകരം മറുവശത്ത് വരാൻ പോകുന്നത് ആരാണെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഭാവിയിൽ ഒരു പൃഥ്വിരാജോ അല്ലെങ്കിൽ ഒരു ഫഹദ് ഫാസിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നിവിൻ പോളിയോ അല്ലെങ്കിൽ ടൊവിനോ തോമസോ അങ്ങനെ ആരെങ്കിലും ചിലപ്പം വന്നേക്കാം. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല കൃത്യമായിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഇപ്പം ഞാൻ ഇന്നലെ എവിടെയോ സോഷ്യൽ മീഡിയയിൽ ഏതൊരു പേജിൽ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും കഴിഞ്ഞിട്ട് ദുൽഖർ സൽമാനും അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജിനെയും വെച്ചപ്പം ചില പൃഥ്വിരാജിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്തുകൊണ്ട് പൃഥ്വിരാജിൻ്റെ മുമ്പേ ദുൽഖർ സൽമാൻ്റെ വെച്ച് എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നത് കേട്ട്. അതായത് ഞാൻ പറഞ്ഞ കണക്ക് എവിടെയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന 1-2 ആൾക്കാർ സ്വാഭാവികമായിട്ട് എവിടെയും ഉണ്ടാവും. അത്തരത്തിലുള്ള 1-2 ആൾക്കാരുടെ ചോദ്യങ്ങളാണ്. കാര്യം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന രീതി അദ്ദേഹത്തിനോട് താരതമ്യം ചെയ്യാൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ആയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന സിനിമ താരം അത്രത്തോളം വേഷങ്ങൾ ചെയ്തിട്ടില്ല മലയാള സിനിമയിൽ. കാര്യം അദ്ദേഹം അന്യഭാഷാ സിനിമകളിൽ കൂടുതലുള്ള റോളുകൾ ചെയ്യാനാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത്. അത് നമുക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കയും ലാലേട്ടനും എന്ന് പറയുന്നത് ഒരു മികച്ച നടന്മാരെന്നതിനോടൊപ്പം അവർ മലയാളത്തിലെ ഏറ്റവും മികച്ച 2 സ്റ്റാർസ് കൂടാണ്, 2 വലിയ താരങ്ങളും കൂടിയാണ് അവർ. അതായത് ഒരു കളക്ഷൻ ഏറ്റവും കൂടുതൽ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന മികച്ച നടന്മാരുടെ മാത്രം ലിസ്റ്റ് എടുത്താൽ മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒപ്പം നിൽക്കുന്ന ആളായിരുന്നു അന്തരിച്ചു പോയ നടൻ മുരളി എന്ന് പറയുന്നത്. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ മമ്മൂക്കയ്ക്ക് ലാലേട്ടനും ഉണ്ടാക്കുന്ന കണക്ക് ബോക്സ് ഓഫീസിൽ ഒരു വലിയൊരു തരംഗമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ മുരളിക്ക് ഒരു കാലത്തും സാധിച്ചിരുന്നില്ല. അതുപോലെ സായി കുമാറും മികച്ച നടനാന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ ഒരു നായകൻ എന്നുള്ള രീതിയിൽ സായി കുമാറിന് ഈ റാംജി റാവു സ്പീക്കിങ്ങിന് ശേഷം എത്ര സിനിമകളിൽ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പം മലയാള സിനിമയിൽ ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള രീതിയിൽ നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കണക്ക് മമ്മൂക്കയ്ക്കും ലാലേട്ടനും ശേഷം പ്രേക്ഷകരെ തുടർച്ചയായിട്ട് തിയേറ്ററുകളിലേക്ക് സിനിമകളിലൂടെ എത്തിക്കാൻ ഒരാൾക്ക് ശേഷി ഉണ്ടെങ്കിൽ അത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടനും മാത്രമാണെന്ന് നമുക്കറിയാം. കാര്യം ഒരു പൃഥ്വിരാജ് വിചാരിച്ചാലോ ഒരു ഫഹദ് ഫാസിൽ വിചാരിച്ചാലോ ഒരു നിവിൻ പോളി ഒരു ടൊവിനോ തോമസ് വിചാരിച്ചാലോ ഏതെങ്കിലും നമ്മൾ പറഞ്ഞ കണക്ക് ഒരു 4-5 സിനിമകൾ അവർ ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ 6-7 സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു സിനിമയ്ക്കായിരിക്കും ചിലപ്പോൾ അവർക്ക് തിയേറ്ററിൽ കൂടുതൽ പ്രേക്ഷകരെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതിനിടയിൽ അവർ എത്രയോ സിനിമകൾ വന്ന് തിയേറ്ററിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടൻ ഈ പറഞ്ഞ കണക്ക് ഏത് ഭാഷകളിൽ ചെയ്താലും ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ നമുക്കറിയാം അദ്ദേഹം മറ്റ് ഭാഷകളിലൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിജയത്തിനെക്കുറിച്ച്. ഇപ്പോൾ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയുടെ തന്നെ OTT റൈറ്റ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിന് ഏതാണ്ട് 30 കോടിക്ക് വിറ്റുപോയെന്നാണ്. ഈ 30 കോടി എന്ന് പറയുന്നത് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ആ സിനിമയുടെ മുതൽ മുടക്കാണ്. അതായത് ആ സിനിമയ്ക്ക് ആയിട്ടുള്ള മുതലാണ്. അതായത് നമുക്ക് പറയാവുന്ന അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് 30 കോടി. ആ 30 കോടി എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിന് അതിൻ്റെ റൈറ്റ് വിറ്റപ്പം തന്നെ കിട്ടിയെങ്കിൽ ബാക്കി നമുക്കറിയാം ഈ തിയേറ്റർ കളക്ഷൻ മാത്രമായിട്ട് ഇതുവരെ വന്നിരിക്കുന്ന 100 കോടിയുടെ മേളിലുള്ള കളക്ഷനും പിന്നെ അല്ലാത്ത രീതിയിലുള്ള മറ്റ് ബിസിനസ് കളക്ഷൻസും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആ സിനിമയുടെ ഒരു ലാഭം എന്താണെന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റാത്ത അത്രയും വലിയ രീതിയിലേക്കാണ് ആ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അന്യഭാഷകളിലെ ഒട്ടുമിക്ക ഭാഷകളിലെയും നായകനായിട്ടുള്ള അല്ലെങ്കിൽ അവിടെയൊക്കെ വിജയചിത്രങ്ങൾ ഉണ്ടായിട്ടുള്ള മലയാള സിനിമയിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ടുള്ള ദുൽഖർ സൽമാൻ തന്നെയല്ലേ ഇപ്പം മമ്മൂക്കയ്ക്കും ലാലേട്ടനും ശേഷം അടുത്ത ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മമ്മൂക്കയും ലാലേട്ടനെയും പോലും ബോക്സ് ഓഫീസിൽ വെല്ലുവിളിക്കാൻ ഒരു സ്റ്റാർ മലയാളത്തിൽ നിന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാൻ അല്ലാതെ പിന്നെ ഏത് താരമാണ്? ഇപ്പോൾ പൃഥ്വിരാജിനോ ഫഹദ് ഫാസിലിനോ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഒരു സിനിമയ്ക്ക് തുടർച്ചയായിട്ടുള്ള സിനിമകൾക്ക് തിയേറ്ററിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. അവർ നല്ല നടന്മാർ മാത്രമായിരിക്കും. പക്ഷേ ദുൽഖറിനോളം പോകുന്ന ഒരു സ്റ്റാറാണ് പൃഥ്വിരാജ് എന്നോ ഫഹദ് ഫാസിൽ എന്നോ പറയാൻ ആർക്കും സാധിക്കത്തില്ല. അല്ലെങ്കിൽ ടൊവിനോ തോമസ് എന്നോ നിവിൻ പോളി എന്നോ ഒന്നും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ ഈ അവരവരുടെ താരത്തിനെ പറയുമ്പം വളരെ രൂക്ഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചില കമൻസ് പോസ്റ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ഈ പറയുന്ന കണക്ക് മറ്റ് അല്ലെങ്കിൽ തന്നെ കേരളത്തിൻ്റെ പുറത്തേക്ക് വളരാൻ ഈ പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഫഹദ് ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാനുള്ളെങ്കിൽ സപ്പോർട്ടിംഗ് റോളുകളും വില്ലൻ റോളുകളിലൂടെ മാത്രം അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടനുമായിട്ട് അല്ലെങ്കിൽ ഒരു താരമായിട്ട് അദ്ദേഹത്തിനൊരു വെല്ലുവിളി ഉയർത്തത്തക്ക രീതിയിലുള്ള യുവതലമുറയിൽ ആരും തന്നെ മലയാളത്തിലില്ല. ആരും തന്നെ
ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ തന്നെ മുമ്പൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ട് ഒരു സിനിമയ്ക്കകത്ത് ദുൽഖർ സൽമാനെയും പ്രണവ് മോഹൻലാലിനെയും കൂടി ഒരുമിച്ച് അഭിനയിപ്പിക്കണമെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വിനീത് ശ്രീനിവാസൻ എന്താ ഉദ്ദേശിക്കുന്നത്. അതായത് ദുൽഖർ സൽമാൻ മമ്മൂക്കയുടെ മകനും പ്രണവ് മോഹൻലാൽ ലാലേട്ടൻ്റെ മകനും ആയതുകൊണ്ടാണോ അദ്ദേഹം അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ തന്നെ എന്ത് ബാലിശമായിട്ടുള്ള ഒരു വർത്താനം. ഒരു സിനിമയ്ക്കകത്ത് ദുൽഖർ സൽമാനെയും പ്രണവ് മോഹൻലാലിനെയും കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അദ്ദേഹം അതിനകത്ത് ചിലപ്പം ഇരിക്കുന്ന ഒരു ഈക്വൽ ഇമ്പോർട്ടൻസിൽ ചിലപ്പോൾ ഒരു സിനിമ എടുക്കണമെന്നായിരിക്കും അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം. കാര്യം മമ്മൂക്കയുടെ മകൻ്റെ മുമ്പിൽ ലാലേട്ടൻ്റെ മകൻ ചെറുതാവരുതെന്ന് ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവും. പക്ഷേ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടനും പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന നടനും തമ്മിൽ നമ്മൾ പറയുന്ന കണക്ക് ഒരു ആനയും ആടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്ന രീതിയിലുള്ള അത്രയും വലിയൊരു വ്യത്യാസമല്ലേ അവർ തമ്മിൽ. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് ദുൽഖർ സൽമാനെ പലരും ഇടിച്ചു താഴ്ത്താനും വില കുറച്ച് സംസാരിക്കാനും വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ളൊരു ഇത് കിട്ടാത്തത്. പക്ഷെ അപ്പോഴും നമുക്കറിയാം ഒരു സിനിമയ്ക്ക് ഒരു തരംഗം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്കറിയാം ഒരു കാലത്ത് അന്യഭാഷയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ കുറേ സിനിമകൾ മമ്മൂക്ക നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനും കുറച്ച് സിനിമകൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സപ്പോർട്ടിംഗ് റോളിൽ ലാലേട്ടൻ കേരളത്തിന് പുറത്തു പോയി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു ബ്രാൻഡ് അംബാസഡർ മലയാള സിനിമയുടെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ദുൽഖർ സൽമാനെയാണ്. കാര്യം എല്ലാ ഭാഷകളിലും പോയി എല്ലാ ഭാഷകളിലും സിനിമയെടുത്ത് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയും മലയാളത്തിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നായകനും ഉണ്ട് അല്ലെങ്കിൽ ഒരു നടനും ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്തത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടനാണ്. അതായത് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാ ഭാഷകളിലും, കന്നഡയിൽ അദ്ദേഹം കൂടുതൽ സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും കന്നഡയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ മൊഴിമാറ്റി എത്തുന്നുണ്ട്. ഈ പറയുന്ന കണക്ക് അദ്ദേഹം മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളിലും ചെയ്യുന്ന സിനിമകളെല്ലാം മൊഴിമാറ്റി കന്നഡയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മലയാളത്തിനൊരു ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നെങ്കിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പേരിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ മറ്റൊരു പേരും മലയാളത്തിൽ നിന്നില്ല. അപ്പം ഈ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആ താരത്തിൻ്റെ കൂടുതൽ സിനിമകൾ മലയാളത്തിൽ തന്നെ ഉണ്ടാവട്ടെ. മലയാളത്തിൽ അദ്ദേഹം ഉറച്ചു നിന്ന് സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിലും വലിയ വലിയ വിജയങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല, യാതൊരുവിധ സംശയവും ഇല്ല. കൂടുതൽ സിനിമകൾ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ, എല്ലാം വലിയ വലിയ വിജയങ്ങളായി മാറട്ടെ. താങ്ക്